സുഭദ്ര ഭാഗം 7. അങ്ങനെയിരിക്കെ ഇല്ലത്ത് നാഗപൂജയുടെ ദിവസം വന്നെത്തി. ഇന്നേ ദിവസം സുഭദ്രയാണ് കാവിലേക്ക് വിളക്ക് തെളിയിക്കാൻ പോവുക. ഇന്നാണ് എൻ്റെ ഇഷ്ടം സുഭദ്രയോട് പറയാൻ പറ്റിയ ദിവസം. എന്തായാലും ഇന്നു തന്നെ ഇഷ്ടം തുറന്നു പറഞ്ഞേ പറ്റൂ എന്ന് ഗൗരീശൻ തീരുമാനിച്ചു. അങ്ങനെ നേരം സന്ധ്യയാകുന്നതും കാത്ത് ഗൗരീശൻ ഇരുന്നു. സന്ധ്യയായപ്പോൾ സുഭദ്ര അതീവ സുന്ദരിയായി വിളക്കുമേന്തി കാവിലേക്ക് വന്നു. വിളക്കുവെച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ, ഗൗരീശനോ, എന്താ ഈ കാവിനുള്ളിൽ എന്ന് സംശയത്തോടെ സുഭദ്ര ചോദിച്ചു. ഞാൻ സുഭദ്രയോട് ഒരു കാര്യം സംസാരിക്കാൻ വന്നതാണ്, ഗൗരീശൻ പറഞ്ഞു. എന്തു കാര്യമായാലും കാവിൽ നിന്നുകൊണ്ട് പറയണ്ട, കാവിൽ നിന്നും പുറത്തേക്ക് നടന്നോളൂ എന്ന് ഗൗരീശനോട് സുഭദ്ര ആവശ്യപ്പെട്ടു. കാവിൽ നിന്നും പുറത്തെത്തിയതും സുഭദ്ര ഗൗരീശനോട് ഇനി എന്താണ് തന്നോട് പറയാനുള്ളത് എന്ന് ചോദിച്ചു. സുഭദ്രയുടെ ചോദ്യം കേട്ടതും ഗൗരീശനാകെ വല്ലാതെയായി. എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്നറിയാതെ ഗൗരീശൻ കുഴങ്ങി. എനിക്ക് സുഭദ്രയെ വേളി കഴിക്കാൻ ആഗ്രഹമുണ്ട്. എന്താണ് സുഭദ്രയുടെ അഭിപ്രായം എന്ന് ഗൗരീശൻ വളച്ചുകെട്ടില്ലാതെ ചോദിച്ചു. സുഭദ്ര കുറച്ചു സമയം മൗനമായി നിന്നു. അതിനുശേഷം പറഞ്ഞു, എനിക്ക് വേളിയോടൊന്നും താല്പര്യമില്ല. ഒറ്റയ്ക്ക് ജീവിക്കാനാണ് എനിക്കിഷ്ടം. ജീവിച്ചിരിക്കുന്ന കാലം വരെ മറ്റുള്ളവർക്ക് എന്നെക്കൊണ്ട് ആവുന്ന സഹായം ചെയ്യുക, അത്രമാത്രമാണ് എൻ്റെ ജീവിത സാഫല്യമായി ഞാൻ കാണുന്നത്. ഇത്രയും പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ സുഭദ്ര ഗൗരീശനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവിടെ നിന്നും ധൃതിയിൽ നടന്നു നീങ്ങി. സുഭദ്രയുടെ അറുത്തുമുറിച്ചുള്ള വാക്കുകൾ കേട്ട് ഗൗരീശന് വല്ലാതെ വിഷമമായി. ഇങ്ങനെ ഒരു മറുപടി താൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതെല്ലാം അവളെ മറ്റുള്ളവരിൽ നിന്നും അവന് വ്യത്യസ്തനായി തോന്നി. എനിക്ക് എന്തുകൊണ്ടും ഇവൾ തന്നെയാണ് അനുയോജ്യ. എനിക്കിനി ഈ ജന്മത്തിൽ ഇവൾ തന്നെ മതി. അവളുടെ മനസ്സ് ഏതുവിധനെയും മാറ്റിയെടുക്കണം. എത്ര പരിശ്രമിച്ചിട്ടാണെങ്കിലും അവളെ ഈ തീരുമാനത്തിൽ നിന്നും മാറ്റിയേ പറ്റൂ. ഇനി എന്താണ് അവളുടെ മനസ്സ് കീഴടക്കാൻ ചെയ്യുക എന്ന് ഗൗരീശൻ ചിന്തിച്ച് ഇല്ലത്തേക്ക് മടങ്ങി. ഇല്ലത്തെത്തിയപ്പോൾ അവിടെ എല്ലാവരും കൂടി നിൽക്കുന്നത് ഗൗരീശൻ കണ്ടു. എന്താണ് അവിടെ? സുഭദ്ര ഞാൻ പറഞ്ഞ കാര്യം എല്ലാവരെയും അറിയിച്ചിരിക്കുമോ? എന്തായാലും ചെന്നു നോക്കാം എന്ന് പറഞ്ഞ് ഗൗരീശൻ അവിടെ ചെന്നു. അവിടെ നിന്ന് അനന്തനോട് ഇതാരാണെന്ന് ഗൗരീശൻ തിരക്കി. ഇത് നമ്പ്രത്ത് യക്ഷൻ, ഇല്ലത്തെ ജ്യോത്സ്യനാണ്. എന്താണ് പ്രത്യേകിച്ച് എന്ന് ഗൗരീശൻ തിരക്കി. നമ്പത്ത് യക്ഷൻ പറഞ്ഞു, ഞാൻ ഇന്ന് രാവിലെ ധ്യാനത്തിലിരിക്കുമ്പോൾ എനിക്ക് പരദേവതകൾ ചില സൂചനകൾ കാണിച്ചു തന്നു. അതുകൊണ്ടാണ് ഇന്നു തന്നെ ഞാൻ ഇല്ലത്തേക്ക് വന്നത്. ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും ശ്രദ്ധിക്കുന്നില്ലേ എന്ന് യക്ഷൻ എല്ലാവരോടുമായി ചോദിച്ചു. ഉവ്വ്. ഇനി പുതുതായി എന്തെങ്കിലും ഞങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ബ്രഹ്മദത്തൻ നമ്പൂതിരി യക്ഷനോട് ചോദിച്ചു. ഉണ്ട്, ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഈ അമാവാസിയുടെ മുൻപേ ഇല്ലത്ത് ഒരു സ്ത്രീ ശില്പം നിർമ്മിച്ച് ഇല്ലത്തിൻ്റെ മണ്ഡപത്തിൽ സ്ഥാപിക്കണം. എന്തു സ്ത്രീ ശില്പം? ബ്രഹ്മദത്തൻ നമ്പൂതിരി ചെറിയൊരു സംശയത്തോടെ ചോദിച്ചു. വിളക്കുമേന്തി ഓലക്കുടയും ചൂടി നിൽക്കുന്നൊരു സ്ത്രീ രൂപമായിരിക്കണം മണ്ഡപത്തിൽ സ്ഥാപിക്കേണ്ടത്. ഒരു സ്ത്രീ മൂലമാണ് ഇല്ലത്തിൻ്റെ നാശം കാണുന്നത്. ആ സ്ത്രീരൂപം ആഭരണ വിഭൂഷിതയായിരിക്കണം. ശില്പത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞാൽ ബാക്കിയുള്ള മന്ത്രവിധികൾ പറയാം. ഇത്രയും പറഞ്ഞ് യക്ഷൻ അവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങി. യക്ഷൻ ഇറങ്ങാൻ തുടങ്ങിയതും മുറ്റത്ത് ഗൗരീശനെ കണ്ട് ആരാണ് നിങ്ങളെന്ന് ഒരു വല്ലാത്ത സംശയത്തോടെ ചോദിച്ചു. എന്താണ് നിങ്ങൾക്ക് ഈ ഇല്ലത്ത് ആവശ്യം? യക്ഷൻ്റെ ഗൗരീശനോടുള്ള ചോദ്യം കേട്ട് ബ്രഹ്മദത്തൻ നമ്പൂതിരിക്കും അനന്തൻ നമ്പൂതിരിയും പകച്ചു നിന്നു. ഞാൻ പ്ലാക്കുരിശി ഇല്ലത്തേക്ക് പോകും വഴിതെറ്റി ഇവിടെ വന്നതാണ്. വളരെ ഗൗരവത്തോടെ ഗൗരീശനെ നോക്കിക്കൊണ്ട് യക്ഷൻ അവിടെ നിന്നും പോയി. യക്ഷൻ്റെ ആ നോട്ടം ഗൗരീശനിൽ ഒരു ഭയമുണർത്തി. യക്ഷൻ്റെ ഗൗരീശനോടുള്ള ഭാവമാറ്റം ബ്രഹ്മദത്തൻ നമ്പൂതിരിയെയും അനന്തൻ നമ്പൂതിരിയെയും തെല്ല് ആശയക്കുഴപ്പത്തിലാക്കി. ഇനി ആരെയാണ് ശില്പത്തിൻ്റെ നിർമ്മാണത്തിനായി വരുത്തുക എന്ന് എല്ലാവരും ആലോചിച്ചു. ആ സമയം ഗൗരീശൻ
അവരുടെ അടുത്തേക്ക് ചെന്നു. എൻ്റെ അറിവിൽ ഒരു നല്ല ശില്പിയുണ്ട്. പക്ഷേ അയാളെ നേരിട്ടു ചെന്നു വിളിച്ചാലേ നിർമ്മാണം അയാൾ ഏറ്റെടുക്കൂ എന്ന് ഗൗരീശൻ പറഞ്ഞു. നാട്ടിൽ നിന്നും കുറച്ചുള്ളിലോട്ട് പോയി ഒരു കാട്ടിലാണ് അയാൾ താമസിക്കുന്നത്. 3 ദിവസത്തെ യാത്ര വേണം അവിടെ എത്താൻ. അന്ന് അവിടെ തങ്ങി പിറ്റേ ദിവസമേ അവിടെ നിന്നും തിരിച്ചു പുറപ്പെടാൻ കഴിയൂ. ഒരാഴ്ചയാവും ഇല്ലത്തെത്താൻ. എല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഞാൻ ഇതിനായി നിങ്ങളുടെ കൂടെ വരാം. എല്ലാവർക്കും ഇത് കേട്ട് സന്തോഷമായി. പക്ഷേ ആരു പോയി വിളിക്കും? ബ്രഹ്മദത്തൻ നമ്പൂതിരി ചോദിച്ചു. സുഭദ്ര പറഞ്ഞു, ഞാൻ പോകാം അച്ഛാ. എല്ലാവർക്കും സമ്മതമാണെങ്കിൽ. ഇതു കേട്ടപ്പോഴേക്കും ഗൗരീശന് എന്തെന്നില്ലാത്ത സന്തോഷം വന്നു. ഞാനും അവളും മാത്രമുള്ള യാത്രയാവുമ്പോൾ എനിക്ക് തിരിച്ചില്ലത്തെത്തുമ്പോഴേക്കും അവളുടെ മനസ്സ് മാറ്റാൻ കഴിയും. എല്ലാവർക്കും സമ്മതമാവണേ എന്ന് ഗൗരീശൻ പ്രാർത്ഥിച്ചു. ബ്രഹ്മദത്തൻ സുഭദ്രയുടെ വാക്കുകൾക്ക് സമ്മതം മൂളി. പക്ഷേ ആനന്ദൻ നമ്പൂതിരി അവളെ ഗൗരീശൻ്റെ കൂടെ തനിയെ വിടാൻ തയ്യാറായില്ല. ഞാനും അവരുടെ കൂടെ ചെല്ലാം എന്ന് അനന്തൻ നമ്പൂതിരി പറഞ്ഞു. അനന്തൻ നമ്പൂതിരി വരാതിരിക്കുന്നതിനായി ഗൗരീശൻ കുറേ പണിപ്പെട്ടു. പക്ഷെ നടന്നില്ല. 3 പേരും കൂടി ഒരു കാര്യത്തിനായി ഇറങ്ങിത്തിരിക്കുന്നത് നല്ലതിനല്ല എന്നൊക്കെ പറഞ്ഞ് അനന്തൻ നമ്പൂതിരിയെ പിന്തിരിപ്പിക്കാൻ ഗൗരീശൻ ശ്രമിച്ചു. അങ്ങനെയെങ്കിൽ മാളവിക കൂടി സുഭദ്രയ്ക്ക് കൂട്ടായി കൂടെ വരട്ടെ, അപ്പോൾ പ്രശ്നം തീരുമല്ലോ, അനന്തൻ നമ്പൂതിരി പറഞ്ഞു. ഒരാഴ്ചത്തെ യാത്രയാവുമ്പോൾ ഒരു പെണ്ണുകൂടി സുഭദ്രയ്ക്ക് കൂട്ടായി കൂടെ ഉള്ളത് കൂടുതൽ നല്ലതാണ് എന്ന് അനന്തൻ പറഞ്ഞു. അനന്തൻ്റെ ഈ തീരുമാനത്തിൽ ബ്രഹ്മദത്തൻ നമ്പൂതിരി സമ്മതം മൂളി. എന്നാൽ വൈകിക്കേണ്ട, നാളെ തന്നെ യാത്രയ്ക്ക് വേണ്ട കാര്യങ്ങൾ ഒരുക്കിക്കോളൂ എന്ന് ബ്രഹ്മദത്തൻ നമ്പൂതിരി പറഞ്ഞു. എന്തൊക്കെയായാലും